അനന്തു കൃഷ്ണൻ എന്നൊരു സാധാരണ പേരല്ല അനന്തു കൃഷ്ണൻ എന്നത്. വാർത്താ ചാനലുകളിലും പത്രങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് അനന്തു എന്നത്. സത്യത്തിൽ കേരളമൊട്ടാകെ വിറപ്പിച്ച ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിൻ്റെ മുഖ്യ ആസൂത്രകനാണ് അനന്തു. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന അനന്തു നടത്തിയ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചും അതിലെ നീക്കങ്ങളെ പറ്റിയുമാണ്. വെൽക്കം ടു ED Talks എഡിസൺ. കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ നടത്തിയത്. ഏകദേശം 1000 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ എല്ലാത്തിൻ്റെയും തുടക്കം എൻ്റെ നാടായ മൂവാറ്റുപുഴയിൽ നിന്നാണ്. അവിടെ മാത്രം ഏകദേശം 9 കോടി രൂപയുടെ തട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ എന്ന ഈ വ്യക്തി നടത്തിയത്. തട്ടിപ്പിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. പകുതി വിലയ്ക്ക് വാഹനങ്ങൾ നൽകാമെന്ന ഒരു പുതിയ പദ്ധതിയുമായി അനന്തു മൂവാറ്റുപുഴയിലെത്തുന്നു. എല്ലാവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നു, അതും ഒരു വാഹനത്തിൻ്റെ പകുതി വില. പണം കിട്ടിയതിന് ശേഷം ഏജന്റുമാർ മുഖാന്തരം കാലാവധി പറയുകയും കാലാവധിക്ക് ശേഷം വണ്ടി നൽകാമെന്നും പണം നൽകിയ ആൾക്കാരോട് അനന്തു പറഞ്ഞു. പിന്നീട് കാലാവധിക്ക് ശേഷം വണ്ടിയുമില്ല, യാതൊരു രീതിയിലുള്ള അറിവുമില്ല. പിന്നീട് അനന്തുവിനെതിരെ മൂവാറ്റുപുഴ പോലീസിൽ കേസ് നൽകുകയും പിന്നീട് മൂവാറ്റുപുഴ പോലീസ് അനന്തുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരു ചെറിയ കേസാണെന്ന് വിചാരിച്ച് ചെറിയൊരു പ്രാഥമിക അന്വേഷണം നടത്തി ഈ കേസ് ഫയലങ്ങ് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെറിയൊരു അന്വേഷണം നടത്തി. പക്ഷേ ആ അന്വേഷണത്തിൽ മനസ്സിലായത് ഇതൊരു സാധാരണ കേസല്ല, അസാധാരണവുമല്ല. കേരളത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണെന്ന് മനസ്സിലായി. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് പണം തട്ടിയ വലിയ തട്ടിപ്പുകൾ അനന്തു കൃഷ്ണൻ എന്ന വ്യക്തി നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ അനന്തു ഒറ്റയ്ക്കാണോ ഈ എല്ലാം തട്ടിപ്പ് നടത്തിയത്? എന്നാൽ ഒറ്റയ്ക്കല്ലെങ്കിൽ അനന്തുവിൻ്റെ പിന്നിൽ ആരാണുള്ളത്? പക്ഷേ അനന്തുവിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന ചില സൂചനകൾ അനന്തു തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് അനന്തു ഈ കാര്യം പറയുകയുണ്ടായി. തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, തനിക്ക് സംരക്ഷണം വേണമെന്ന്. അതിനർത്ഥം അനന്തുവിന് പിന്നിൽ ആരൊക്കെയുണ്ട്. ഇതൊന്നും ആദ്യമായിട്ടല്ല അനന്തു കൃഷ്ണൻ ഇങ്ങനെ തട്ടിപ്പുകൾ നടത്തുന്നത്. ഇതിനു മുമ്പും നിരവധി തട്ടിപ്പ് പദ്ധതികൾ അനന്തു നടത്തിയിട്ടുണ്ട്. പിന്നീട് ഇടുക്കി ജില്ലയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരിൽ നിന്നും 26 ലക്ഷം രൂപ തട്ടിയ കേസിലെ ഒരു പ്രതിയും കൂടിയാണ് അനന്തു. ഇതിനോടകം ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെടുകയും കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്ന 2 വ്യക്തികളുണ്ട്. ഈ കേസിൽ നിർണായകമായ പങ്കുവഹിച്ച 2 വ്യക്തികൾ, ഒന്ന് മൂവാറ്റുപുഴ കൗൺസിലർ പ്രമീള, 2 പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസ്. ഇവരുടെ നിർണായകമായ ഒരു പങ്ക് ഈ കേസിലുണ്ട്. ഒന്നാമത്തെ ആളായ മൂവാറ്റുപുഴ കൗൺസിലർ പ്രമീള അനന്തുവിൻ്റെ കേസിൽ അനന്തുവിനെതിരെ പ്രധാനപ്പെട്ട മൊഴി നൽകുകയും ഇതിൽ രണ്ടാമത്തെ ആളായ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസ് ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തി ഇത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിനോടകം 170 കേസുകളാണ് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 21 ബാങ്ക് അക്കൗണ്ടുകൾ അനന്തുവിൻ്റെ പേരിലുണ്ടായിരുന്നതും അനന്തുവിൻ്റെ കമ്പനിയുടെ പേരിലുണ്ടായിരുന്ന 21 ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനോടകം പോലീസ് മരവിപ്പിക്കുകയും ചെയ്തു. കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് ഏകദേശം 1000 കോടി രൂപയുടെ തട്ടിപ്പ്. സത്യത്തിൽ അനന്തു ഒറ്റയ്ക്കാണോ ഈ തട്ടിപ്പെല്ലാം നടത്തിയത്? അനന്തുവിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലായ ED Talks ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ എഡിസൺ സൈനിങ് ഓഫ്.